പലപ്പോഴും നമ്മുടെ കൊളസ്ട്രോൾ റിപ്പോർട്ടും ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ് പൂർണ്ണമായിട്ടും നോർമൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയ രക്തധമനികളിൽ ബ്ലോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ? സാധാരണ നമ്മൾ നോക്കുന്ന ഈ ഒറ്റപ്പെട്ട കൊളസ്ട്രോൾ നമ്പറുകൾക്കപ്പുറം ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള യഥാർത്ഥ സാധ്യത വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും അവഗണിക്കുന്ന നിർണായകമായ രണ്ട് കൊളസ്ട്രോൾ അനുപാതങ്ങൾ അഥവാ സീക്രട്ട് റേഷ്യോകൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ലക്ഷണവുമില്ലാതെ പെട്ടെന്നുണ്ടാവുന്ന ഹാർട്ട് അറ്റാക്കുകളിൽ നിന്നും നമ്മുടെ ജീവനെ മുൻകൂട്ടി രക്ഷിക്കാൻ ലളിതമായ 3 കണക്കുകൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. പലരും വിചാരിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്ന LDL കൂടിയാൽ മാത്രം ഹാർട്ട് അറ്റാക്ക് വരും എന്നാണ്. എന്നാൽ ഹൃദ്രോഗം ഉണ്ടാകുന്നത് കൊളസ്ട്രോളിന്റെ ആകെ അളവ് കൊണ്ടല്ല, പകരം അവ തമ്മിലുള്ള പരസ്പര ബന്ധവും കോശങ്ങളിലെ ഇൻസുലിൻ റെസിസ്റ്റൻസും മൂലമാണ്. നിങ്ങളുടെ ലാബ് റിപ്പോർട്ടിലെ 2 നമ്പറുകൾ തമ്മിൽ ഹരിച്ചു നോക്കിയാൽ മാത്രം കിട്ടുന്ന ചില രഹസ്യ കണക്കുകളിലാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആയുസ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് ഡോക്ടർമാർ പലപ്പോഴും പറഞ്ഞു തരണമെന്നില്ല. അടുത്ത തവണ നിങ്ങളുടെ കൊളസ്ട്രോൾ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ വെറുതെ റിപ്പോർട്ട് മാത്രം നോക്കി തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ റിപ്പോർട്ടിലെ ഞാൻ ഇനി പറയാൻ പോകുന്ന അനുപാതങ്ങൾ കണക്കുകൂട്ടി നിങ്ങളുടെ ഹൃദയം എത്രത്തോളം അപകടത്തിലാണ് എന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വയം കണക്കാക്കാം. നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയെ നമ്മൾ അഥെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നു. ഒറ്റപ്പെട്ട കൊളസ്ട്രോൾ റിപ്പോർട്ടുകൾ പലപ്പോഴും ഈ പ്രക്രിയയെ നിശബ്ദമായി ഒളിച്ചു വെക്കും. ഇനി ഈ നിശബ്ദമായ അവസ്ഥയെ തുടക്കത്തിൽ തന്നെ പിടികൂടാൻ സഹായിക്കുന്ന ഒന്നാമത്തെ റേഷ്യോ TG/HDL റേഷ്യോ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിപ്പോർട്ടിലെ ട്രൈഗ്ലിസറൈഡിന്റെ അളവിനെ നല്ല കൊളസ്ട്രോളായ HDL കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ റേഷ്യോ. ഈ സ്കോർ 2 താഴെ ആയിരിക്കണം. ഇത് 3 കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കടുത്ത ഇൻസുലിൻ റെസിസ്റ്റൻസും അതുവഴി ഹൃദ്രോഗ സാധ്യതയും കൂടുന്നു എന്ന് മനസ്സിലാക്കുക. ഈ റേഷ്യോ റോഡിലെ വലിയ ലോറികളെ പോലെയാണ്. റോഡിൽ വലിയ ലോറികളുടെ അഥവാ ട്രൈഗ്ലിസറൈഡിന്റെ എണ്ണം കൂടുമ്പോൾ ആ ട്രാഫിക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് ട്രാഫിക് പോലീസുകാർ അഥവാ HDL ഇല്ലെങ്കിൽ അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെ ഈ റേഷ്യോ കൂടുമ്പോൾ രക്തധമനികളിൽ കൊഴുപ്പ് കട്ടപിടിക്കാൻ തുടങ്ങുകയാണ്. രണ്ടാമത്തെ റേഷ്യോ ടോട്ടൽ കൊളസ്ട്രോളിനെ HDL കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന അനുപാതമാണ്. നിങ്ങളുടെ ആകെ കൊളസ്ട്രോളിന്റെ അളവിനെ HDL കൊണ്ട് ഹരിച്ചു നോക്കുന്ന രീതിയാണിത്. ഈ സ്കോർ 3.5-നും 4-നും താഴെ ആയിരിക്കണം. അഥവാ ഈ സ്കോർ 5-ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഹൃദ്രോഗ സാധ്യത വൻതോതിൽ കൂടുകയാണ്. ഇത് നമ്മുടെ നാട്ടിലൊരു വള്ളംകളി പോലെയാണ്. തോണിയിൽ ഒരുപാട് ആളുകൾ കയറുന്നു, അതാണ് ടോട്ടൽ കൊളസ്ട്രോൾ. എന്നാൽ തോണി തുഴയുന്ന ആളുകൾ അഥവാ HDL കുറവാണ്. അങ്ങനെയെങ്കിൽ തുഴയുന്ന ആളുകളുടെ എണ്ണത്തെക്കാളും തോണിയിൽ മറ്റു ആളുകൾ ഒരുപാട് കയറി തോണിയുടെ ഭാരം കൂടുകയാണെങ്കിൽ തോണി വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതുപോലെ ഈ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടി HDLന്റെ അളവ് കുറയുകയാണെങ്കിൽ ഹൃദയത്തിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. ഹൃദയം വെള്ളത്തിൽ മുങ്ങിപ്പോവാണ്. ഇനി മൂന്നാമത്തത് ഒരു റേഷ്യോ അല്ല കേട്ടോ, പക്ഷേ നമുക്ക് റിപ്പോർട്ട് നോക്കിയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്ന മറ്റൊരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്നും നല്ല കൊളസ്ട്രോളായ HDL കുറയ്ക്കുക. ഇപ്പോൾ കിട്ടുന്ന ഒരു അളവുണ്ട്. ഇതിനെ നോൺ HDL കൊളസ്ട്രോൾ എന്നാ പറയാം. ഇത് ചിലപ്പോൾ റിപ്പോർട്ടിൽ നേരിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഹൃദയാഘാതം ഉണ്ടാക്കാൻ കഴിവുള്ള മുഴുവൻ ചീത്ത കൊളസ്ട്രോൾ കണികകളുടെ അതായത് അഥെറോജനിക് ലിപ്പോപ്രോട്ടീൻസിന്റെ ആകെ തുകയാണ്. ഇത് 130 mg/dL താഴെ ആയിരിക്കണം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ ഇനി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലുള്ള റേഷ്യോകൾ കൃത്യമായി കിട്ടണമെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറഞ്ഞത് 10 മുതൽ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ആയിരിക്കണം, ഭക്ഷണം കഴിക്കാതിരിക്കണം. രണ്ടാമത്തത് TG/HDL റേഷ്യോ എപ്പോഴും 2-ൽ താഴെ നിർത്താൻ ശ്രമിക്കുക. നോൺ HDL കൊളസ്ട്രോളിന്റെ അളവ് എപ്പോഴും 130-ൽ താഴെയാണെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും HDL കൂട്ടാനും ഭക്ഷണത്തിൽ നിന്നുള്ള പഞ്ചസാരയും മൈദയും ഇന്നു മുതൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒമേഗ 3 അടങ്ങിയ നല്ല കൊഴുപ്പുകളും പതിവായുള്ള എക്സർസൈസും ശീലമാക്കുകയും ചെയ്യുക. നാലാമത് കുറച്ച് മുന്നറിയിപ്പാണ്. അതായത് നിങ്ങളുടെ LDL കൊളസ്ട്രോൾ മാത്രം നോക്കി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊളസ്ട്രോൾ ഗുളികകൾ സ്വയം നിർത്തുകയോ ഡോസ് മാറ്റുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ റേഷ്യോകൾ നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യത മനസ്സിലാക്കാനുള്ള സൂചകങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പ്രായം, പ്രമേഹം, പുകവലി ശീലം, BP ഇതെല്ലാം ചേർത്ത് വെച്ച് മാത്രമേ ഒരു കാർഡിയോളജിസ്റ്റിന് നിങ്ങളുടെ ഹൃദ്രോഗത്തിന്റെ യഥാർത്ഥ റിസ്ക് പൂർണ്ണമായിട്ടും കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ.